Talk of the town. എങ്ങനെ നമുക്കൊക്കെ സേവ് ചെയ്യാം? ഇവിടെ വരുന്ന എല്ലാവരും പണക്കാരാവാനാണ് വരുന്നത്. എങ്ങനെ സമ്പാദിക്കാം? സമ്പാദിച്ചത് കൊണ്ട് ഒരാൾ പണക്കാരനാവോ? There is a formula for it. There is a chemistry for it. There is a mathematics for it. ഇല്ലേ? തീർച്ചയായിട്ടും. യഥാർത്ഥത്തിൽ നമ്മളെല്ലാം ഇവിടെ വരുന്നത് ഒരു പ്രവാസ ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള പലതും നമ്മൾ ത്യജിച്ചുകൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നത്. അങ്ങനെ ഒരു ജീവിതം നയിക്കുന്നതിന് ഒരു പ്രധാന ഉദ്ദേശം നമുക്കും നമ്മുടെ കുടുംബത്തിനും മെച്ചപ്പെട്ടൊരു ജീവിതം വേണം എന്നുള്ളതാണ്. ആ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ വരുന്നത്. ഞാൻ എൻ്റെ ക്ലാസ്സുകളിലൊക്കെ ചോദിക്കും, നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം നിങ്ങളുടെ കുടുംബത്തിന്റെ ജീവിത നിലവാരം ഉയർന്നോ എന്ന് ചോദിക്കും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ 99% ആളുകളും ഉയർന്നു എന്ന് ഉത്തരം നൽകും. രണ്ടാമത് സാധാരണ ചോദിക്കാറുള്ളത്, അഥവാ നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ നാട്ടിലേക്ക് പോകുന്നു, ഒന്നുകിൽ അസുഖം കാരണം പോകേണ്ടതായി വരാം, ജോലി നഷ്ടപ്പെട്ടു പോകേണ്ടത് വരാം, അല്ലെങ്കിൽ നമ്മുടെ സാമീപ്യം നമ്മുടെ കുടുംബത്തിന് അനിവാര്യമാവുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് പറിച്ചു നടേണ്ടതായി വരും. ഇങ്ങനെ വരേണ്ടി വന്നാൽ ഇന്ന് നിങ്ങൾ നയിക്കുന്ന ആ ജീവിത രീതി തുടരുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കുമെന്ന് ഉത്തരം പറയുന്നവര് വളരെ അപൂർവമായിരിക്കും. ഇപ്പൊ എല്ലാവരും ആലോചിക്കേണ്ടാവും എന്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ച് വരണേന്ന്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാക്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്, സേവിങ്സ്. തീർച്ചയായിട്ടും. വാറൻ ബഫേ പറഞ്ഞു, ഒരാൾക്ക് റിച്ച് ആവണം ലൈഫിൽ എന്നുണ്ടെങ്കിൽ ആദ്യം എടുത്തു വെക്കുക, പിന്നെ ചെലവ് ചെയ്യുക. സ്റ്റാർട്ട് സേവിങ് ഫസ്റ്റ്, ദെൻ സ്റ്റാർട്ട് സ്പെൻഡിങ് എന്ന് വാറൻ ബഫറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞു. ആൻഡ് റൈറ്റ് നൗ സേവിങ്സിനെ കുറിച്ച് പറയാൻ ഒരാൾ എൻ്റെ കൂടെ ഉണ്ട്. ആൻഡ് അദ്ദേഹത്തിന്റെ ലൈഫിന്റെ മിഷൻ തന്നെ മനുഷ്യനെ സേവിങ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഹി ഹാസ് ബീൻ ലിവിംഗ് ഇൻ UAE ഫോർ ദ പാസ്റ്റ് 47 years. 46 വർഷമായിട്ട് ഈ നാട്ടിലെ എല്ലാവരെയും സമ്പാദ്യം പഠിപ്പിക്കുന്ന ഒരു മനുഷ്യൻ. യു ആർ എ ഡിഫറെന്റ് മാൻ. ഹു ആർ യു സർ? ഞാൻ 15 വയസ്സില് മനുഷ്യർക്ക് സേവിങ് പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു തുടങ്ങിയിട്ടുള്ള ആളാണ്. ഇന്ന് അത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. Now I had a chance to make savings and investment at least 1 million people last so many years. 1 million ആളുകളെ സമ്പാദ്യശീലരാക്കി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ സാധിക്കും. ഈ പ്രായത്തിലും ഇത് ചെയ്യാനുള്ള എനർജിയും ഇൻസ്പിറേഷനും ലഭിക്കുന്നത് ഈ റിസൾട്ടാണ്. And now you are 70. You are 70 years old. Yes. 15-ാം വയസ്സിൽ തുടങ്ങിയതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇത് കഴിഞ്ഞ 55 വർഷമായിട്ട് അങ്ങ് മലയാളികളെയും ലോകത്തുള്ള എല്ലാവരെയും സേവിങ്സ് പഠിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും. അതൊരു ഏറ്റവും സംതൃപ്തി നൽകുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. Now comes a golden question. Who are you, sir? I am KV Shamsuddin. I am basically from Chavakad, but settled in Kozhikode. Here I came in 1970, July 20th. In a ship called Sardana. UAE ഉണ്ടാവുന്നതിന് തൊട്ട് മുമ്പ്. അന്ന് UAE എന്നുള്ള പേരിൽ അറിയപ്പെടില്ല, ട്രൂഷ്യസ് സ്റ്റേറ്റ്സ് ആയിരുന്നു. ട്രൂഷ്യസ് സ്റ്റേറ്റ്സ് കൗൺസിൽ നൽകിയ വിസയിൽ ആ വിസ ചെന്നൈയിൽ പോയി സ്റ്റാമ്പ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. ഫാന്റാസ്റ്റിക്. അതായിരുന്നു അനുഭവം. ഇവിടെ വന്നപ്പോൾ ഞാൻ കാണുന്നത്, ഞാൻ ദുബായ് പോർട്ടിൽ നിന്ന് എത്രയോ അകലെയാണ് ഷിപ്പ് നിർത്തിയിട്ടുള്ളത്, നങ്കൂരമിട്ടിട്ടുള്ളത്. അവിടുന്ന് ബോട്ടിൽ കരക്ക് ഇറക്കി അങ്ങനെ നേരിട്ട് പോയത് ഷാർജയിലാണ്. ഷാർജയിൽ ചെന്നപ്പോൾ കാണുന്നത് എന്നെ വളരെ ഷോക്ക് ചെയ്യുന്നൊരു സംഭവമാണ്. എന്താ? 2 വ്യക്തികൾ 1955 ഇവിടെ വന്നിട്ടുള്ളവരാണ്. 15 വർഷം ഇവിടെ ജീവിച്ച 2 വ്യക്തികൾ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി പെട്ടി കെട്ടി അതിന് മുമ്പിൽ തപസ്സിരിക്കുകയായിരുന്നു. എന്താണ് നിങ്ങൾ പോവാത്തതെന്ന് അന്വേഷിച്ചപ്പോൾ 156 റിയാലാണ് അന്ന് ബോംബെക്ക് ഷിപ്പിനുള്ള ടിക്കറ്റിന് വേണ്ടത്. ആ പൈസ പോലും അവരുടെ കയ്യിലില്ല. അതിന് വീണ്ടും എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്, അന്ന് ആളുകൾ പണം ഹുണ്ടിക്കാണ് അയക്കുന്നത്, ആരും തന്നെ ബാങ്കിങ് ചാനൽ അയക്കുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ പോരുമ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞത്, സ്നേഹപൂർവ്വം പറഞ്ഞ കാര്യം, മോനെ നീ പൈസ അയക്കുമ്പോൾ ഒരിക്കലും ഹുണ്ടിക്ക് അയക്കരുത്, അങ്ങനെ അയച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് സ്പർശിക്കില്ല. രണ്ടാമതൊരു കാര്യം പറഞ്ഞു, നീ സ്വർണം വിളയുന്ന നാട്ടിലേക്കാ പോകുന്നത്, അവിടെ സ്വർണ്ണക്കൂമ്പാരം കണ്ടാലും നിന്റേതല്ലാത്തതാണെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കരുത്. ഈ 2 ഉപദേശത്തോടു കൂടിയാണ് വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് കണ്ടപ്പോൾ പിന്നെ ഞാൻ ആളുകൾക്ക് ഇത്തരത്തിൽ പണം അയക്കുന്നതിന് പകരം ബാങ്കിങ് ചാനലിൽ കൂടെ അയക്കണം എന്ന് ഉപദേശിക്കുകയും ഞാൻ തന്നെ ആദ്യത്തെ 1000 ഉറുപ്പിക നാട്ടിലേക്ക് അയക്കാൻ വേണ്ടി ബാങ്കിലേക്ക് പോവുകയും ചെയ്യുന്നത്. നോ വണ്ടർ യു ആർ എ ഡിഫറെന്റ് പേഴ്സൺ സർ. KV ഷംസുദ്ദീൻ ആണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. ഇദ്ദേഹം ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ആൻഡ് ഇൻക്ലൂഷൻ അവാർഡ് സ്വന്തമാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ബർജീൽ ജിയോജിത്ത് സെക്യൂരിറ്റീസിന്റെ ഡയറക്ടറാണ്. ആൻഡ് യു ആർ എ
വെരി ഡിഫറെന്റ് മാൻ. താങ്ക് യു വെരി മച്ച് ഈ സ്റ്റുഡിയോയിലേക്ക് വന്നതിന്. വളരെയധികം സന്തോഷമുണ്ട്. സേവിങ്സിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത്. അവർ മേജർ കോൺസെൻട്രേഷൻ ഇസ് ഓൺ ദ വേർഡ് കോൾഡ് സേവിങ്സ്. അതുകൊണ്ട് കഴിഞ്ഞ 10-55 വർഷമായിട്ട് മലയാളികളെ സേവിങ്സ് പഠിപ്പിക്കുന്ന ഒരു മനുഷ്യൻ. എന്തിന്, എങ്ങനെ, എപ്പോ, വൈ ഡു യു ഡു ദിസ്? ആദ്യം ഇത് ചോദിക്കട്ടെ. എല്ലാവർക്കും സേവ് ചെയ്യാൻ പറ്റുമോ? എല്ലാവരും കാശുകാരാവോ? സേവിങ്സ് എന്ന് പറഞ്ഞാൽ സമ്പാദ്യമാണോ? സമ്പാദ്യം എന്ന് പറഞ്ഞാൽ പണമാണോ? എന്താണ്? വാട്ട് ഈസ് യുവർ എക്സ്പ്ലനേഷൻ ഫോർ ദിസ്? ഇതിന് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും സമ്പാദിക്കാൻ സാധിക്കും എന്നാണ്. സാധിക്കും. ആദ്യത്തെ ചോദ്യം, എല്ലാവരും സമ്പാദിക്കണം. അതോ 6-ാം നമ്പറിലെ മോഹൻലാലിനെ പോലെ 500 രൂപയുടെ നോട്ട് ചുരുട്ടിയിട്ട് ഇത് മതി ഇന്നത്തെ രാത്രി എനിക്ക് ജീവിക്കാൻ? അങ്ങനെ പോരാ. പ്രവാസികളെ സംബന്ധിച്ച് അത് പോരാ. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാസികള് എല്ലാം ത്യജിച്ചുകൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നത്. അതേസമയം നമ്മളുടെ കുടുംബം നമ്മളുടെ ത്യാഗങ്ങൾ ഒന്നും തന്നെ മനസ്സിലാക്കാതെ പണം കായ്ക്കുന്നൊരു വൃക്ഷത്തിൽ നിന്ന് പറിച്ചയക്കുന്നതാണ് പണമെന്നുള്ള തെറ്റിദ്ധാരണയോടുകൂടിയാണ് അവർ ജീവിക്കുന്നത്. നാട്ടിൽ ക്ലാസ്സുകൾ നടത്തുമ്പോൾ പ്രവാസികളുടെ കുടുംബങ്ങളോട് ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് അതിമനോഹരമായ ഭവനം നിങ്ങൾക്ക് നിർമ്മിച്ചു തന്നിട്ടുണ്ട്, 4 നേരം സുഭിക്ഷമായ ഭക്ഷണമുണ്ട്, നല്ല വസ്ത്രമുണ്ട്, വാഹനമുണ്ട്, സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ തന്ന വ്യക്തി ഗൾഫിൽ എങ്ങനെ ജീവിക്കുന്നതെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് ഉത്തരം പറയുന്നവർ വളരെ അപൂർവമാണ്. രണ്ടാമത്, നിങ്ങളിങ്ങനെ സുഖമായി ജീവിക്കുമ്പോൾ നിർഭാഗ്യവശാൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ ജീവിതം തുടരുവാൻ ഉള്ള സാമ്പത്തിക സൗകര്യങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അന്വേഷിച്ചവരും വളരെ അപൂർവമാണ്. അങ്ങനെയുള്ളവരോട് ഇവിടുത്തെ പച്ചയായ ചിത്രം പറഞ്ഞു കൊടുക്കുമ്പോൾ ആ സദസ്സിലുള്ള സ്ത്രീകൾ മുഴുവൻ കണ്ണു നനയുന്നതായിട്ട് Talk of the town. യു ആർ എ സ്പീക്കർ, യു ആർ എൻ ഒറേറ്റർ. ഒരുപാട് പേർക്ക് സേവിങ്സിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താണ് സേവിങ് എന്ന് പറഞ്ഞാൽ? എങ്ങനെയാണ് ഒരാൾ സേവ് ചെയ്യുന്നത്? അതിന്റെ സയന്റിഫിക് ആയിട്ട് ഒരു സ്റ്റൈൽ ഉണ്ടോ അതിന്? തീർച്ചയായിട്ടും ഉണ്ട്. അതായത് സേവിങ്സ് എന്ന് പറയുന്നത് ഒരു മെന്റാലിറ്റിയാണ്. അത് ഉണ്ടെങ്കിൽ മാത്രമേ സേവ് ചെയ്യാൻ സാധിക്കുള്ളൂ. വാറൻ ബഫറ്റ് പറഞ്ഞതിനെ സംബന്ധിച്ച് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് സമ്പാദിക്കാൻ ഉദ്ദേശിക്കുന്ന സംഖ്യ മാറ്റിവെച്ച് ബാക്കിയുള്ളതുകൊണ്ട് ജീവിക്കാൻ തീരുമാനിച്ചാലേ സമ്പാദിക്കാൻ പറ്റുള്ളൂ. സമ്പാദ്യത്തെ നിർവചനം ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും ചെലവ് കഴിച്ച് ബാക്കി വരുന്നതാ. അങ്ങനെ ചെലവ് കഴിച്ച് ആർക്കും ബാക്കി വരാറില്ല. കാരണം അത് ചെലവുകളുടെ ഒരവസ്ഥ, അത് എവിടെ വരെ വേണമെങ്കിലും എത്താം. അതുകൊണ്ട് കയ്യിലുള്ളത് മുഴുവൻ മതിയാവാത്ത അവസ്ഥയാണ് ഉണ്ടാകാറ്. എക്സ്പെൻഡിച്ചർ നെവർ എൻഡ്സ്. അതാണ് സിറ്റുവേഷൻ. അപ്പോൾ 700 തരം ശമ്പളം മേടിക്കുന്ന ആളുകൾ എൻ്റെ അടുത്ത് വരാറുണ്ട്. ചേട്ടാ, എനിക്ക് എന്തെങ്കിലും വഴി പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട്. അവരും 2 മാസം കഴിഞ്ഞാൽ പറയും, സാറേ അന്ന് വന്നതിന് ശേഷം എൻ്റെ കയ്യിൽ ഇത്ര മിച്ചം ഉണ്ടായി എന്ന് പറയും. അതേസമയം 40,000 ദിർഹം ശമ്പളം മേടിക്കുന്ന വ്യക്തികൾ എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, നിങ്ങളുടെ റിപ്പോർട്ടുകളെല്ലാം ഞാൻ വായിച്ചു, പക്ഷേ നിങ്ങൾ പറഞ്ഞ കൂട്ടത്തിലാണ് ഞങ്ങളും. സമ്പാദിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ സുഖമായി ജീവിക്കുന്നു. എല്ലാവരും അപ്പോൾ കാശുകാരാവോ? സമ്പാദിച്ചാൽ കാശുകാരാവാ എന്നുള്ളതല്ല ഉദ്ദേശം. സമ്പാദിക്കുന്നതിൻ്റെ ഉദ്ദേശം, നമ്മളിവിടെ വന്ന് ബഹുഭൂരിപക്ഷം ആളുകളും കുടുംബത്തെ നാട്ടിൽ നിർത്തിക്കൊണ്ടാണ് ജീവിക്കുന്നത്. ശരി, കുടുംബമായിട്ട് ജീവിക്കുന്നവരുടെ സ്ഥിതി എടുത്തു നോക്കിയാൽ തന്നെ വളരെ അപൂർവം ആളുകൾക്ക് നാട്ടിലുള്ളതിനേക്കാൾ മെച്ചപ്പെട്ടൊരു വീട്ടിൽ താമസിക്കുന്നവരിവിടെ ഉണ്ടാവുള്ളൂ. പലരും നാട്ടിലുള്ളതിനേക്കാൾ കുറേയും കൂടെ ഒതുങ്ങിയ ജീവിതമാണ്, വീടുകളിലാണ് ഇവിടെ ജീവിക്കുന്നത്. കൺജസ്റ്റഡ് ആണ് ജീവിക്കുന്നത്. ഇങ്ങനെയാണ് ജീവിക്കുന്നത്. ഇങ്ങനെയൊരു ജീവിതം കഴിച്ച് നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു സംതൃപ്തിയോടുകൂടി ഒരു ജീവിതം നയിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ ജീവിക്കുന്ന സാഹചര്യത്തിൽ സമ്പാദിച്ചേ തീരൂ. അത് ചെയ്യണമെങ്കിൽ ഈ ഒരു മാർഗം മാത്രമേ വഴിയുള്ളൂ. ഓരോ വ്യക്തിയും തീരുമാനിക്കുക. ഞാൻ സാധാരണ 80-20 എന്ന് പറയുന്നത് 80% നമുക്ക് ജീവിക്കാനും 20% സമ്പാദിക്കാനും ഉപയോഗിക്കുക. ശമ്പളം കിട്ടിയാൽ നമ്മൾ ചെയ്യേണ്ടത് ആ 20% മാറ്റിവെച്ച് ബാക്കിയുള്ളതാണ് എൻ്റെ സമ്പാദ്യമെന്ന് നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിക്കുക. പെർഫെക്റ്റ്. ഇന്ന് 3-ാം തീയതിയാണ്. പലർക്കും ശമ്പളം കിട്ടിയ ദിവസമാണ്, അല്ലെങ്കിൽ കിട്ടാൻ പോണ ദിവസമാണ്. സോ യുവർ ഫോർമുല മൈറ്റ് എക്സൈറ്റ് അല്ലെങ്കിൽ മൈറ്റ് ക്രിയേറ്റ് ആങ്സൈറ്റി. ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇത് ചെയ്താൽ സമ്പാദിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും പറ്റും. ഇനി അങ്ങോട്ടുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ എല്ലാവരും പറഞ്ഞു ഞാനത് ചെയ്യാം എന്ന് തീരുമാനിക്കും. കാരണം വാറൻ ബഫെ പോലുള്ളൊരു വ്യക്തി അനുഭവസ്ഥനായിട്ട് പറഞ്ഞിരിക്കുന്നു. ഞാനും പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. സമ്പാദിക്കാൻ സാധിക്കാറില്ല എന്ന് പറയുന്ന ആളുകൾ എൻ്റെ അടുത്ത് വന്ന് സമ്പാദിക്കുകയും ആ സമ്പാദ്യത്തിന്റെ തോത് ഇടയ്ക്കിടയ്ക്ക് വന്ന് വർദ്ധിപ്പിക്കുകയും ചെയ്തതായിട്ട്
എനിക്ക് കാണാൻ സാധിക്കുന്നു. വാട്ട് യു മീൻ? അതായത് 80-20 എന്താ ശ്രദ്ധിക്കേണ്ടത്? 80-20 82% മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നിർബന്ധമായി ചെയ്യേണ്ട ചെലവുകൾ നമ്മുടെ റെന്റ്, രണ്ടാമത് കുട്ടികളുടെ സ്കൂൾ ഫീസ്, പിന്നെ വരുന്നത് ഇൻഷുറൻസ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ, മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലാത്ത ആണെങ്കിൽ അതിന് വേണ്ടി ഒരു സംഖ്യ, ഒരു ബഫർ എമൗണ്ട് മാറ്റിവെക്കണം. ബാക്കിയുള്ള എല്ലാ ചെലവുകളും നമ്മുടെ നിയന്ത്രണത്തിലാണ്, പരിപൂർണമായിട്ട് നമ്മുടെ നിയന്ത്രണത്തിലാണ്. ഭക്ഷണം ഏത് രൂപത്തിൽ ഉള്ളത് കഴിക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാം. ഒരു മാസത്തിൽ എത്ര തവണ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഏത് തരത്തിലുള്ള വസ്ത്രം ആണ്, ഏത് വില ബ്രേക്കറ്റുള്ള വസ്ത്രമാണ് നമ്മൾ ധരിക്കേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. ചില ആളുകൾ ജസ്റ്റ് ഒരു ക്യാപ്പ് വാങ്ങിക്കണമെങ്കിൽ പോലും ചില ബ്രാൻഡുകളുള്ള ക്യാപ്പുകൾ വാങ്ങിക്കും. ജസ്റ്റ് ഒരു ഉദാഹരണം, 75 ദിർഹമാണ് വില. അതേസമയം അത് നിർമ്മിച്ച അതേ കമ്പനിയിൽ ആ ഒരു ബ്രാൻഡ് ലോഗോ ഇല്ലാത്ത തൊപ്പി നമുക്ക് കിട്ടും. എന്നാലും വെയിൽ കൊള്ളാതിരിക്കാം. അതെ, അതിന് 10 ദിർഹേ വില വരുന്നുള്ളൂ. അതുപോലെ തന്നെ മാസത്തിൽ 10 തവണ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു ഡിന്നർ കഴിക്കുന്ന പണം കൊണ്ട്, ഒരു ഫാമിലിയുടെ ഡിന്നറിന് വേണ്ടി ഒരു ദിവസം ചെലവാക്കുന്ന, റെസ്റ്റോറൻറ്റിൽ ചെലവാക്കുന്ന പണം കൊണ്ട് 2 ദിവസത്തെ ഭക്ഷണം വീട്ടിൽ വെച്ചുണ്ടാക്കാം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മാത്രമല്ല, നമ്മൾ അറിയാതെ പല ചെലവുകളും അനാവശ്യമായി ചെയ്യുന്നുണ്ട്. അപ്പോൾ 20% മാറ്റിവെച്ച് ബാക്കിയുള്ളതാണ് നമ്മുടെ വരുമാനം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ ഒതുക്കുന്ന ഒരു ബഡ്ജറ്റ് ഉണ്ടായിരിക്കണം, ഫാമിലി ബഡ്ജറ്റ്. അപ്പോൾ കൺഫൈൻ ലിവിംഗ് വേണമെന്നാണ് സർ പറയുന്നത്. തീർച്ചയായിട്ടും ആ ബഡ്ജറ്റിൽ നമ്മുടെ ചെലവുകൾ ഒതുക്കാൻ നമ്മൾ ശീലിക്കണം. പക്ഷെ ഒരു ഹൈ സ്റ്റാൻഡേർഡ് ലിവിംഗ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ ഇവിടെ പലരും വരുന്നത്. അപ്പോൾ അവർക്ക് കിട്ടുന്ന കാശിൽ കുറച്ച് ലാവിഷായി ഈ വാക്ക് ഉപയോഗിക്കില്ലേ, ലാവിഷ്, അതിലെന്താ തെറ്റ്? അപ്പോൾ ഞാൻ ഒരു ബ്രാൻഡഡ് കോസ്റ്റ്യൂം യൂസ് ചെയ്യുന്നു, ഞാനൊരു ബ്രാൻഡഡ് കാർ ഓടിക്കാൻ ആഗ്രഹിക്കുന്നു, അത് സ്വരുക്കുട്ടി മേടിക്കുന്നു. വാട്ട് ഈസ് റോങ് ഇൻ ഇറ്റ്? ഇന്നലെ എനിക്കൊരു അനുഭവം ഉണ്ടായി. രാവിലെ 7 മണിക്ക് ഒരാൾ വിളിക്കുകയാണ്, ഒരു മെസ്സേജ് അയക്കുകയാണ്. അപ്പോൾ ആ മെസ്സേജിലെ വിഷയങ്ങൾ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, കുറേ കൂടി വിശദമായി ഒരു മെസ്സേജ് അയക്കൂ, അതിനുശേഷം ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിന് 3 ലക്ഷം ദിർഹം കടമാണ്. ആ 3 ലക്ഷം ദിർഹം ഇവിടെ കടം വീട്ടണമെങ്കിൽ അദ്ദേഹത്തിന് 60 വയസ്സ് വരെ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന് 48 വയസ്സ് ഇപ്പോഴായിരിക്കുന്നു. ഇനി 12 വർഷമേ ഇവിടെ ജീവിക്കാൻ സാധിക്കൂ. ഇന്ന് അദ്ദേഹത്തിന് ജോലി ഇല്ലാത്ത അവസ്ഥയാണ്, ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി ജോലി കിട്ടിയാൽ തന്നെ അദ്ദേഹത്തിന് കിട്ടാവുന്ന സാലറി മാക്സിമം 5000-6000 ദിർഹമാണ്. അങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ ഇനി വരുന്ന 12 വർഷം കൊണ്ട് ഈ 3 ലക്ഷം ഉറുപ്പിക അടച്ചു തീർക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. ഒരു ജനറേഷൻ കൂടെ അദ്ദേഹത്തിന് ആവശ്യമാണ് കടം വീട്ടാൻ. ഇത് ഈ പറഞ്ഞ രൂപത്തിൽ ലാവിഷായിട്ട് ജീവിക്കുക എന്ന് തീരുമാനിച്ചാൽ ഇവിടെ ജീവിക്കാൻ നിഷ്പ്രയാസം സാധിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കഴിവിലൊതുങ്ങുന്ന തരത്തിലേ ആ ലാവിഷ് ലൈഫ് പാടുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് ജയിലിൽ കിടക്കുന്നവരുടെ അവസ്ഥ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം ഇന്ത്യക്കാരും ജയിലിൽ കിടക്കുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടാണ്. ഇവിടെ നടന്നിട്ടുള്ള ആത്മഹത്യകളുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 75% ആത്മഹത്യകളും സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരിക്കലും പറയാറില്ല, ഞാൻ എപ്പോഴും പറയാറുള്ളത് സ്വയം ജീവിക്കണം, മറ്റുള്ളവരെ അതിനോടൊപ്പം ജീവിപ്പിക്കണം. നമ്മൾ ജീവിക്കാതെ മറ്റുള്ളവരെ ജീവിപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് പറയും. പക്ഷേ Talk of the town. ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഈ എമൗണ്ടിൽ ഒതുങ്ങിക്കൊണ്ട് എല്ലാ ലാവിഷ്നസും കാണിക്കാൻ സാധിക്കും. അതൊന്ന്. അപ്പോൾ ആ ബഡ്ജറ്റാണ് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അതിൽ നമുക്ക് ചിലതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. മറ്റൊരു കാര്യം, ഇപ്പം ഞാൻ ശ്രോതാക്കളോട് ചോദിക്കുകയാണ്, ആത്മാർത്ഥമായിട്ട് നിങ്ങളൊരു ഉത്തരം പറയാ മനസ്സുകൊണ്ട്. നിങ്ങളിൽ അനാവശ്യമായ ചെലവ് ചെയ്യുന്നവർ എത്ര പേരുണ്ടെന്ന് അങ്ങ് ചോദിച്ചാൽ വളരെ അപൂർവ ആളുകളെ ആത്മാർത്ഥമായിട്ട് അത് ഉണ്ട് എന്ന് പറയുള്ളൂ. അതേസമയം ബഹുഭൂരിപക്ഷ ആളുകളും സദസ്സിനോട് ചോദിച്ചാൽ ചെയ്യാറില്ല എന്നാണ് ബഹുഭൂരിപക്ഷം പറയുക. പക്ഷെ ഞാൻ അവരോട് വീണ്ടും ചോദിക്കുക, നിങ്ങളുടെ ചെലവുകൾ നിങ്ങൾ അനലൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ചെയ്തിട്ടുണ്ട്. അത് ചെയ്യൽ വളരെ അത്യാവശ്യമാണ്. അത് ചെയ്യാന്ന് പറഞ്ഞ ഒരു ചെറിയ കടലാസ്, ഒരു A4 സൈസിന്റെ 6-1 കടലാസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു ഷീറ്റ്, അതിൽ എല്ലാ ചെലവുകളും എഴുതി വെക്കുക. എന്നിട്ട് ഇന്ന കാര്യത്തിന്റെ ചെലവ് ചെയ്തു ഇത്ര വന്നു. പിന്നീട് ഒരു 3 കോളം ഉണ്ടാവുക, അത്യാവശ്യം, ഐച്ഛികം, അനാവശ്യം എന്ന് പറഞ്ഞിട്ട്, എസൻഷ്യൽ, ഓപ്ഷണൽ, വേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 3 കോളം ഉണ്ടാവുക. അങ്ങനെ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് 2 മിനിറ്റ് മാത്രം നമുക്ക് വേണ്ടി ചെലവാക്കുക. ഇന്ന് ഞാൻ ചെലവാക്കിയതിൽ ഏതായിരുന്നു അത്യാവശ്യം, അത് തോന്നുമ്പോൾ ആ കോളത്തിലേക്ക് എടുത്തെഴുതുക. ഏതായിരുന്നു ഐച്ഛിക നിർബന്ധമല്ലാത്ത ചെലവ് നമ്മൾ ചെയ്തു പോയി എന്ന് നമുക്ക് തോന്നും പിന്നീട്, അതെ, അത് 2ാമത്തെ കോളത്തിലേക്ക് എഴുതുക. നമുക്ക് പരിപൂർണമായി മനസ്സിലാവും ഇത് വേസ്റ്റായിരുന്നു എന്ന്. ഒരു സിഗരറ്റ് പുകക്കുന്ന ഒരാളാണ്, അയാൾ സിഗരറ്റ് വാങ്ങിക്കുമ്പോൾ അയാളുടെ സ്വഭാവത്തിന് അത് വേണം, അതുകൊണ്ട് അത് വാങ്ങിച്ചു. പക്ഷെ അദ്ദേഹത്തിന് സ്വയം
തോന്നും ഇതൊരു അനാവശ്യമായിട്ടുള്ളതാണെന്ന്. അത് അതിലെഴുതുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദിവസം നമ്മൾ അത്യാവശ്യത്തോട് ഒപ്പം തന്നെ അനാവശ്യമായതും ഐച്ഛികമായതുമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടും. ഒരു മാസം ഇത് ശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഏതൊക്കെയാണ് അനാവശ്യം, ഏതൊക്കെയാണ് ഓപ്ഷണൽ, ഏതാണ് അത്യാവശ്യമെന്ന് ക്ലിയറായി ഇംപ്രിന്റ് ചെയ്യുന്ന ഒരു സാഹചര്യം വരും. ഇതൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ധാരാളം. 1 മില്യൺ ആളുകളുടെ ലൈഫിനെ മാറ്റിയിട്ടുണ്ട് എന്ന ചാരിതാർത്ഥ്യം പ്രകടിപ്പിക്കേണ്ടത്. സോ യു ആർ സെയിങ് ദാറ്റ് 1 മില്യൺ ആളുകൾ സേവ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ എഴുതി വെക്കുമോ ആൾക്കാർ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം സൂചിപ്പിക്കുകയുണ്ടായി എൻ്റെ ലൈഫിലെ ഒബ്ജക്റ്റീവ്. ഇപ്പം ഈ കേൾക്കുന്ന ആളുകൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കും, ഇന്നു മുതൽ 10 വർഷം ഇവിടെ ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇന്ന് ജീവിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ടൊരു ജീവിതം നാട്ടിലേക്ക് തിരിച്ചു പോയാൽ അവർക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന്. അതിന്റെ പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. എത്രയോ ആളുകൾ ജീവിക്കുന്നു, നിഷ്പ്രയാസം സാധിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണമായി, പക്ഷേ സാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്, ഉദാഹരണം അതിലേക്ക് വരുന്നതിന് മുമ്പ് സാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് റോക്കറ്റ് സയൻസ് ഒന്നും അല്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത്. സിമ്പിൾ. പിന്നെ എന്തിനാണ് 380 ക്ലാസ്സുകൾ എടുക്കേണ്ടി വന്നത്? അത് 380 ക്ലാസ് എടുക്കേണ്ടി സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ച്. ഇവിടെ GCC നാടുകളിൽ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. എല്ലാ ദിവസവും എല്ലാ ഫ്ലൈറ്റിലും കുറേ ആളുകൾ എന്നേക്കുമായി തിരിച്ചു പോകുന്നുണ്ട്, ഇല്ലേ? ഉണ്ട്. കാരണം പ്രായമാകുമ്പോൾ ജോലി നഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. എല്ലാ ദിവസവും പുതിയ വിസയിൽ കുറേ ആളുകൾ വരുന്നുണ്ട്. വെരി ട്രൂ. ആ വരുന്ന ആളുകൾക്ക് ഈ ബോധവൽക്കരണം ആവശ്യമാണ്. അതുണ്ടല്ലോ. ഇപ്പോൾ ഒരു മീഡിയ ക്ലബ് FM എന്ന് പറയുന്നത് ഒരു മീഡിയയാണ്. ഇത് കേൾക്കുന്നവർ ഉണ്ടാകും, അതേസമയത്ത് കേൾക്കാത്ത എത്രയോ ആളുകൾ ഉണ്ടാവും. അതുപോലെ ഞാൻ പല മീഡിയയിലും ഈ വിഷയം സംസാരിക്കാറുണ്ട്. എല്ലാ സമയത്തും എല്ലാവരും കേട്ടുകൊള്ളണമെന്നില്ല. അതുപോലെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുക മാക്സിമം 300 ആളുകൾ പങ്കെടുക്കുക. എന്റെ ക്വസ്റ്റ്യൻ അതല്ല സർ, ഞാൻ ചോദിച്ചത് ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ശാസ്ത്രമാണ്. അറിയാവുന്ന ശാസ്ത്രമല്ല, അതാണ്. ഇത് അറിയില്ല, ഇത് എല്ലാവർക്കും എളുപ്പമാണ്. പക്ഷെ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ഇതിൽ ഏറ്റവും വലിയ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ, സമ്പാദ്യത്തെ പറ്റി പറയുമ്പോൾ ആ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ വെറുതെ ബാങ്കിലേക്ക് അയക്കുന്നതല്ല സമ്പാദ്യം. അതിന് നമ്മൾ പറയേണ്ടത്, ബാങ്കിലേക്ക് നമ്മൾ മിച്ചം വെച്ച സംഖ്യ അയക്കുന്നുണ്ടെങ്കിൽ സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ളൊരു മാർഗമാണ് ബാങ്ക് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേസമയം നാട്ടിലുള്ള ഇൻഫ്ലേഷനേക്കാൾ കൂടുതൽ റിട്ടേൺ കിട്ടുന്ന മേഖലയിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്താലേ ഇൻവെസ്റ്റ്മെന്റ് ആവുന്നുള്ളൂ, നിക്ഷേപമാകുന്നുള്ളൂ. സമ്പാദ്യവും നിക്ഷേപവും തമ്മിൽ വ്യത്യാസമുണ്ട്. സമ്പാദിക്കുന്നത് മാറ്റിവെക്കലാണ്, അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ബാങ്കിൽ, അത് സുരക്ഷിതമാക്കി വെക്കലാണ്. ശരി. അതിനെ ഇൻവെസ്റ്റ് ചെയ്യലാണ് വേണ്ടത്. അതാണ് സമ്പാദ്യം, അതാണ് നിക്ഷേപം. അപ്പൊ സാർ പറഞ്ഞത് സമ്പാദിച്ചാൽ മാത്രം പോരാ, നമ്മൾ സമ്പാദിച്ചത് ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കണം. തീർച്ചയായിട്ടും നിക്ഷേപമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ബാങ്കിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന പലിശ കിട്ടുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു നാട്ടിലെ ഇൻഫ്ലേഷൻ്റെ, നമ്മൾ പണം അവിടെ നിക്ഷേപിച്ച്, അല്ലെങ്കിൽ നിക്ഷേപിച്ചെന്ന വേർഡ് ഒരിക്കലും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ബാങ്കിൽ ഇടുന്നത് ശരിക്കും നിക്ഷേപിക്കലല്ല, ഡെപ്പോസിറ്റ് ചെയ്യലാണ്. ഡെപ്പോസിറ്റിന്റെ അർത്ഥം സുരക്ഷിതമായി വെക്കൽ എന്നുള്ള അർത്ഥം. അങ്ങനെ വെക്കുമ്പോൾ ഉണ്ടാവുന്ന ഭാഗികമായ നഷ്ടപരിഹാരമാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഇൻഫ്ലേഷൻ കൊണ്ട് നമ്മുടെ പണത്തിനുണ്ടാവുന്ന മൂല്യശോഷണത്തിന്റെ ഭാഗികമായ നഷ്ടപരിഹാരമാണ് ബാങ്കിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ സമ്പാദിക്കുന്ന സംഖ്യ എത്രയാണോ, അത് സൂക്ഷിച്ചു വെച്ചത് എത്രയാണോ, അതിന് നാട്ടിലെ ഇൻഫ്ലേഷനേക്കാൾ കൂടിയ റിട്ടേൺ കിട്ടുന്ന മേഖലകൾ നമ്മൾ കണ്ടെത്തണം, ഇൻവെസ്റ്റ് ചെയ്യണം. അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് സുഖകരമായ ഒരു ജീവിതം പിന്നീട് നയിക്കാൻ സാധിക്കൂ. അതെങ്ങനെയാ മനസ്സിലാക്കുക? അതായത് ഞാൻ ഇവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എല്ലാവർക്കും അറിയാം ലാൻഡും ഗോൾഡും ആണ് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണോ? അല്ല. കാരണം നിക്ഷേപ മേഖലകളെ പറ്റിയിട്ട് ഞാൻ പറയാം. ഒന്ന് ഓഹരി കമ്പോളം, രണ്ടാമത് ലാൻഡ്, മൂന്നാമത് ഫിക്സഡ് ഡെപ്പോസിറ്റ്, നാലാമത് ഗോൾഡ്, അഞ്ചാമത് വിദേശ കറൻസി. ഇങ്ങനെ 5 കാര്യങ്ങൾ പറയുന്നു. With RJ Show.